നിങ്ങൾക്ക് സ്ട്രൈറ്റ് ആയിട്ട് ചോദിക്കാം, ഞാൻ മറുപടി പറയാം. എന്താണ് സമസ്തയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങൾ ഇന്നത്തെ യോഗം ചർച്ച ചെയ്തിരുന്നു? അങ്ങനെ ചോദിക്ക്, എന്നാലേ ചോദിക്കുമ്പോൾ കേൾക്കുമ്പോഴേ എനിക്ക് മനസ്സിലാവുള്ളൂ. അവല്ല അതെ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമസ്ത കേരള ജമിയത്തുലമായിട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഒന്നും ഇല്ല. ആദരണീയരായ പണ്ഡിതന്മാർ, അതുപോലെ തന്നെ സമുന്നതരായ ആലിമീങ്ങൾ, അതുപോലെ തന്നെ പാണക്കാട് തങ്ങന്മാർ ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങളൊക്കെ വളരെ ഊഷ്മളമാണ്. അതിനൊന്നും യാതൊരു മാറ്റവുമില്ല. പരമ്പരാഗതമായ രീതികളനുസരിച്ച് പോകും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ പിന്നെ സുപ്രഭാതം പത്രവുമായിട്ട് ബന്ധപ്പെട്ട് ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് സമയത്ത്. അതിന് നടത്തിപ്പ് സുപ്രഭാതം പത്രം എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ മീഡിയക്കാരാണ്, നിങ്ങൾക്കറിയാലോ. അപ്പോൾ പിന്നെ നിങ്ങളെ ഏതെങ്കിലും ഒരു പത്രത്തിൻ്റെ മാതിരി അല്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കൂടി ഒക്കെ പങ്കുള്ള, അതുപോലെ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അങ്ങനെ ഒരു ട്രഡീഷണലുള്ള പത്രമാണ്. ചില സംഭവങ്ങൾ അതൊക്കെ ഒന്ന് കമ്മിറ്റി ചർച്ച ചെയ്തു. കമ്മിറ്റിയിൽ അത് സംബന്ധിച്ച് ചർച്ചയും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. എന്നല്ലാതെ അത് സംബന്ധിച്ച് പ്രത്യേക തീരുമാനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. കമ്മിറ്റി തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടായത് ഓപ്പണായത് ചില സംഭവങ്ങളുണ്ട്. അത് കമ്മിറ്റി ചർച്ച ചെയ്തു. ചർച്ച ചെയ്തിട്ടില്ല. പിന്നെ ഇങ്ങനത്തെ ചോദ്യത്തിനൊരു അർത്ഥമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സുപ്രഭാതം പത്രം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിന്നെ ഉണ്ടായ ചില സംഭവവികാസങ്ങളൊക്കെ കണ്ടതാണ്. അത് സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു. അതിൽ ഞങ്ങളുടെ ഫീലിംഗ് അവരെ അറിയിച്ചിട്ടുമുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് മറുപടി ഞാൻ പറഞ്ഞതിൽ ഞാൻ ഒതുങ്ങി നിൽക്കുകയുള്ളൂ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ചോദിച്ചാൽ ഞാൻ മറുപടി പറയില്ല. അതെൻ്റെ രീതിയല്ല. അപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ അല്ല, അത് വരാൻ കഴിയാത്ത സാഹചര്യം ഞങ്ങൾ അവരെ അറിയിച്ചിട്ടുണ്ട്. അത് പത്രക്കാരായിട്ട് ഇനിയിപ്പോൾ പരസ്യമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ല, അങ്ങനെ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ബഹിഷ്കരണം ആഹ്വാനമൊന്നും ലീഗ് അതുണ്ടെങ്കിൽ പറയുമല്ലോ. അങ്ങനെയല്ല ഉള്ളത്. സുപ്രഭാത പത്രത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായി കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത്. ആ വിഷയങ്ങൾ സമസ്തയായിട്ടുള്ള പ്രശ്നമല്ല, സുപ്രഭാതം പത്രത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായി. ആ വിഷയങ്ങൾ പിന്നെ ഇന്ന് കമ്മിറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ന് കമ്മിറ്റിയുടെ ദിവസമാണ് അവിടുത്തെ ഉദ്ഘാടനം. അത് ചെല്ലാൻ കഴിയില്ല. അതിൻ്റെ കാരണങ്ങളും അതിൻ്റെ വിഷയങ്ങളും ഒക്കെ അവരെ നേരിട്ട് തങ്ങൾ തന്നെ അറിയിച്ചിട്ടുണ്ട്. അല്ല, അത് അങ്ങനെ മുടിനാര കീറി നോക്കണ്ട. അല്ല, അതുകൊണ്ടല്ലല്ലോ, ഞങ്ങൾക്ക് അതിൽ മറച്ചു വെക്കാനൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ ചില വിഷയങ്ങൾ, പാർട്ടിക്ക് വിഷമമുള്ള ചില വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് സുപ്രഭാതം പത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ആ ഉണ്ടായത് പാർട്ടി ഇന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. അത് സംബന്ധിച്ച് വേറെ നിങ്ങൾ പറയുന്ന പോലുള്ള പ്രത്യേക തീരുമാനങ്ങളൊന്നുമില്ല. ആ വിഷയങ്ങൾ ഞങ്ങൾ പിന്നെ നേരിട്ട് അവരെ അറിയിച്ചിട്ടുമുണ്ട്. പിന്നെ അത് അവിടെ അനുസരിച്ചതാ കാര്യങ്ങൾ. ഇനി അത് അല്ലാതെ ആ വിഷയങ്ങൾ വേറെ ആംഗിളിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. ഇനിയുള്ളതൊക്കെ അത് അതിൻ്റെ സമയത്ത് നമ്മൾ അറിയിക്കാം. പൊന്നാനി വോട്ട് വർദ്ധിക്കുള്ളൂ. വലിയ ഭൂരിപക്ഷം ഉണ്ടാവും. പൊന്നാനി വമ്പൻ ഭൂരിപക്ഷം ഉണ്ടാവും. അല്ല, നിങ്ങൾ എന്തിനാ എൻ്റെ വായിലേക്ക് വെടി വെക്കുന്നത്? ഞാൻ പറയാനുള്ളത് ഞാൻ പറയുന്നുണ്ടല്ലോ. ഞാൻ പറയാൻ വളരെ സൂക്ഷിച്ചുമാണ് പറയുന്നത്. ദുർവ്യാഖ്യാനത്തിനൊന്നും വേണ്ട. ഇല്ലാത്ത വിധമാണ് പറയുന്നത്. ഐ എം സോറി. ഇപ്പം അത്രയേ ഉള്ളൂ. ചില വിഷയങ്ങളൊക്കെ മീഡിയയിലൊക്കെ വന്നതാണ്. ചില വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇലക്ഷൻ കാലത്ത്. അതിൽ ഞങ്ങൾക്ക് ചില വിഷമങ്ങളുണ്ട്. അത് അവരെ അറിയിച്ചിട്ടുണ്ട്. അല്ല, നിങ്ങൾ കേട്ട് വെള്ളം വെക്കാതെ. അപ്പോൾ അത് അവരെ അറിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതിന്ന് പാർട്ടി ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ അപ്പുറം പ്രത്യേക തീരുമാനങ്ങളൊന്നുമില്ല. എടുക്കാമായിരുന്ന തീരുമാനങ്ങളും എടുക്കാത്ത തീരുമാനങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതില്ല, ഞങ്ങൾ അവരെ നേരിട്ട് അറിയിച്ചിട്ടുണ്ട്. അവർക്ക് സംശയമില്ല, നമുക്കും സംശയമില്ല. സുപ്രഭാതത്തിന്റെ ആളുകൾ അറിയിച്ചു. ഞാൻ എഴുതി തരണം. എന്താ എഴുതേണ്ടത് ഞാൻ എഴുതി തരണം. ചില വിഷയങ്ങൾ ഏത് വിഷയമാണ്? പത്രം കത്തിച്ചതാണോ അതല്ല LDF-ന് പരസ്യം നൽകിയതാണോ? ഏത് വിഷയം? കൂടുതലൊന്നും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കൂടുതലൊന്നും ചർച്ച ചെയ്യാൻ. ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായി. അത് സംബന്ധിച്ച് ഞങ്ങൾക്ക് ചില വിഷമങ്ങളുണ്ട്. അത് അവരെ അറിയിച്ചിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അത് പിന്നെ നേരിട്ട് തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ട്. അത് അതിലൊതുങ്ങും. സമസ്ത ഏറ്റവും ആലിമ്യങ്ങളേറ്റോ അതിൻ്റെ ഉന്നത ശിഷ്യരായ ആളുകളേറ്റോ
അതല്ലാത്ത ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. പോയ പിന്നെ മുന്നേറായ പിന്നെ നേതാക്കന്മാരൊക്കെ തങ്ങളായിട്ട് ബന്ധപ്പെട്ടിരുന്നു. ഞങ്ങളാരും മുടക്കിയില്ല. ഇപ്പോൾ പിന്നെ ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്നുണ്ടല്ലോ. പക്ഷേ നമുക്ക് വരാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട്. അവർ അതിൻ്റെ കാര്യകാരണം സഹിതം പിന്നെ ഈ ഡേറ്റിൻ്റെ പ്രശ്നമുണ്ട്, മീറ്റിംഗ് ഉണ്ട്, അത് അവരെ അറിയിച്ചിട്ടുണ്ട്. അത് അതിലൊതുങ്ങും. അതിൻ്റെ അപ്പുറമില്ല അപ്പുറമില്ല. ഒരു തെരഞ്ഞെടുപ്പ് ഇപ്പോൾ കഴിഞ്ഞല്ലോ. ഈ അടുത്ത തെരഞ്ഞെടുപ്പ് വരട്ടെ, അതിൻ്റെ കാര്യം അപ്പം പറയാം. ശരി, ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ച പോലല്ലേ ഇരിക്കുന്നത് സമുദായമൊക്കെ. ആത്മവിശ്വാസത്തിൻ്റെ ഒരു ഊക്ക് നോക്കി. അപ്പോൾ അത് ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് അപ്പം വരുമ്പോൾ പറയാം. ആത്മവിശ്വാസമാണ് ഇങ്ങനെ തുറന്നു പറയാൻ പ്രേരിപ്പിക്കുന്നത്. ശരി ശരി ശരി.